പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 150 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസ് ദ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ ആൻഡ് ഓർ ദ സെൻറ്റർ ടു ഫോം ഐസോസെലസ് ട്രയാങ്കിൾസ്. അതായത് സർക്കിളിലെ പോയിൻറ്റ്സും ഈ സെൻറ്ററും യൂസ് ചെയ്തിട്ട് ഐസോസെലസ് ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കി സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൽ ഇഷ്ടമുള്ള 2 പോയിൻറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വലായിട്ട് വരുമ്പോഴാണ് നമ്മളതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിക്കാം. എന്താ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡുകൾ ഈക്വൽ ലെങ്തിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലെ ഏത് പോയിൻറ്റുകളിലോട്ട് ലൈനുകൾ വരച്ചാലും അതെല്ലാം ഈക്വൽ ലെങ്തിലായിരിക്കും. കാരണം എന്താണ്? അത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 പോയിൻറ്റുകൾ എടുത്തു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ 2 പോയിൻറ്റുകളിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ലെങ്തിലായിരിക്കും. പിന്നെ നമ്മളെടുത്ത ഈ പോയിൻറ്റുകളെ തമ്മിലും ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ 2 സൈഡുകൾ ഈക്വൽ ലെങ്തിലായതുകൊണ്ട് ഇതെന്താണ് എന്ന് നമുക്ക് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. യൂസ് ദ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ ആൻഡ് ഓർ ദർ സെൻറ്റേഴ്സ് ടു ഫോം ഐസോസെലസ് ആൻഡ് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ്. ദ സർക്കിൾസ് ആർ ഓഫ് ദി സെയിം സൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സർക്കിളുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 സർക്കിളുകളും എന്താണ്? സെയിം സൈസിലുള്ളതാണ്. അപ്പോൾ സെൻറ്റർ എ ആയിട്ട് വരുന്ന സർക്കിളാണ് ഇത്, സെൻറ്റർ ബി ആയിട്ട് വരുന്ന സർക്കിളാണ് ഇത്. ഈ 2 സർക്കിളുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളും ഫോം ചെയ്യണം, ഈക്വിലേറ്ററൽ ട്രയാങ്കിളും ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ എ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ഈ എയിൽ നിന്ന് ഞാൻ ഈ സർക്കിളിൻ്റെ എങ്ങോട്ട് പോയിൻറ്റുകൾ എടുത്തിട്ട് ജോയിൻ ചെയ്താലും ആ ലൈനുകളൊക്കെ ഈക്വലായിരിക്കും. കാരണം എന്താ? റേഡിയസ് ആണ് അല്ലേ. അപ്പം ഞാൻ ഈ സർക്കിളുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ 2 പോയിൻറ്റുകളെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിന് എക്സ് എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് വൈ എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി എയിൽ നിന്ന് എക്സിലോട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു, എയിൽ നിന്ന് വൈയിലോട്ടും ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഈക്വലാണ്. ഇനി എക്സും വൈയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ട്രയാങ്കിൾ എ എക്സ് വൈ എന്തായി? ട്രയാങ്കിൾ എ എക്സ് വൈ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ എക്സ് വൈ. ഇനി അടുത്തത് ട്രയാങ്കിൾ ഈ ബിയിൽ നിന്ന് എക്സിലേക്ക് ജോയിൻ ചെയ്യുന്നു, ബിയിൽ നിന്ന് വൈയിലേക്കും ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ഈ 2 സൈഡുകൾ ഈക്വലാണ്. സോ ട്രയാങ്കിൾ ബി എക്സ് വൈ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഈ 2 സർക്കിളിൽ നിന്ന് നമുക്ക് 2 ഐസോസെലസ് ട്രയാങ്കിളുകൾ കിട്ടി. ഇനി നമുക്ക് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് വേണം. അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ഇവിടെ സർക്കിൾസിൻ്റെ സൈസ് സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ എയുടെ സെൻറ്ററിൽ കൂടെയാണ് സർക്കിൾ ബി കടന്നു പോകുന്നത്. അതുപോലെ സർക്കിൾ ബിയുടെ സെൻറ്ററിൽ കൂടെയാണ് സർക്കിൾ എ കടന്നു പോകുന്നത്. അപ്പോൾ സർക്കിൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന സൈഡുകളുടെ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ അടുത്തത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ നമുക്ക് എഴുതാം. ട്രയാങ്കിൾ എ എക്സ് ബി, ട്രയാങ്കിൾ എ എക്സ് ബിയും ട്രയാങ്കിൾ പിന്നെന്താ എ വൈ ബിയും. ഇത് രണ്ടുമാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾസ്. ഓക്കെ, ഇനി അടുത്തതിനകത്ത് നോക്കിയാൽ ഈ ഒരു പിക്ചറിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഐസോസെലസ് ട്രയാങ്കിളും എഴുതണം, ഈക്വിലേറ്ററൽ ട്രയാങ്കിളും എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ എഴുതാം.
ഇവിടെ സെൻറ്റർ എ വരുമ്പോൾ സെൻറ്റർ എ വരുന്ന സർക്കിൾ ഏതാണ്? ഇതാണ് സെൻറ്റർ എ വരുന്ന സർക്കിൾ. അപ്പോൾ ഈ എയിൽ നിന്ന് ഈ സർക്കിളുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇതിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ എ പിയും എ സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. എ പിയും എ സിയും ഈക്വലാണ്. കാരണം എന്താണ്? സെൻറ്ററായ എയിൽ നിന്ന് ആ സർക്കിളിലേക്ക് വരച്ചിട്ടുള്ള 2 പോയിന്റുകളാണ് പിയും സിയും. അപ്പോൾ എ പിയും എ സിയും ഈക്വലാണ്. ഇനി ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടിയതാണ് ട്രയാങ്കിൾ എ പി സി. ട്രയാങ്കിൾ എ പി സി. അതേപോലെ എന്തെഴുതാം? ട്രയാങ്കിൾ ബി പി സി. ഈ ട്രയാങ്കിൾ ബി പി സി ഇതും ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇനി നമ്മൾ സെൻറ്റർ ബി വരുന്നത് വെച്ചിട്ട് എടുക്കുന്നു. അപ്പോൾ ബിയിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ റേഡിയസ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റിന് ഞാൻ ക്യൂ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഞാൻ എയും ക്യൂവും കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടി. ഈ 2 സൈഡുകൾ ഈക്വലാണ്. ഏതാണ്? ട്രയാങ്കിൾ എ ബി ക്യൂ. ട്രയാങ്കിൾ എ ബി ക്യൂ. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ട്രയാങ്കിൾ എ സി ക്യൂ. ഇത് രണ്ടും ഈ ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഇനി നമ്മൾ അടുത്തതെടുക്കുന്നു. ഇനി നോക്കിയാൽ ഇനി നമ്മൾ ഈ പോയിന്റ് പി ക്യൂ ഇതിന് ഞാൻ ആർ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ ഏതൊക്കെ വരും? എയിൽ നിന്ന് ഇങ്ങോട്ടുള്ള എ ആറും എ ബിയും. അപ്പോൾ എന്ത് വന്നു? എ ബി ആർ വന്നു അല്ലേ? ട്രയാങ്കിൾ എ ബി ആർ. അടുത്തത് ട്രയാങ്കിൾ ബി സി ആർ. ട്രയാങ്കിൾ ബി സി ആർ. ഇത്രയും ഐസോസെലസ് ട്രയാങ്കിളുകളാണ് ഈ 3 സർക്കിളിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് സർക്കിൾ ബിയും ഈ സർക്കിൾ സിയും കടന്നു പോകുന്നത്. സെൻറ്റർ ബിയിൽ കൂടെയാണ് ഈ സെൻറ്റർ എ വരുന്ന സർക്കിളും സെൻറ്റർ ബി വരുന്ന സർക്കിളും കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാം സെയിം സൈസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ തമ്മിൽ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതെന്താണ്? ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന് നമുക്ക് എന്തൊക്കെ എഴുതാം? ട്രയാങ്കിൾ എ പി ബി. അടുത്ത ഏതെഴുതാം? എ സി ആർ. ട്രയാങ്കിൾ എ സി ആർ. അടുത്ത ഏതെഴുതാം? ബി സി ക്യൂ. ട്രയാങ്കിൾ ബി സി ക്യൂ. ഇനി സെൻറ്ററിൽ ഒരെണ്ണമുണ്ട്, ട്രയാങ്കിൾ എ ബി സി. ഇത് 3ഉം ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. മനസ്സിലായല്ലോ? വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.